ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ബയാസിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നൽകിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. മൊത്തത്തിലുള്ള മാർക്കറ്റ് സ്റ്റോക്കുകളുടെ ഒരു പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയുന്നത് അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതൽ. 49% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. 46% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. 3% അൺചേഞ്ച്ഡ് ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നൽകുന്ന ഒരു സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ബ്രോഡ് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും റെഡിലാണെങ്കിലും സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും ഗ്രീനിലാണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് 0.35% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മൈക്രോ ക്യാപ്പ് 250 ഇൻഡെക്സും 0.25% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളുടെ എണ്ണം കൂടാൻ കാരണം ഈ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും നല്ല തോതിലുള്ള ബൈങ് നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വലിയ തോതിൽ നമ്മുടെ മാർക്കറ്റിൽ കൂടുന്നുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സെക്ടർ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് മാത്രമാണ്. അപ്പോൾ മേജർ ഇൻഡെക്സിൽ ഈ ഒരു ബാങ്ക് ഇൻഡെക്സ് മാത്രമാണ് കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതേപോലെ പതിവ് പോലെ തന്നെ നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സും ഇന്ന് ഏകദേശം 1% മുന്നോട്ട് പോയതായിട്ട് കാണാം. അപ്പോൾ ആ ഡിഫൻസ് സ്റ്റോക്കുകളിലുള്ള ആ ഒരു യുഫോറിയ അത് ഇനിയും അവസാനിച്ചിട്ടില്ല. അവിടെ സ്റ്റോക്കുകൾ മാറി മാറി വരികയാണ്. ഓരോ സ്റ്റോക്കുകളും അടുത്ത ദിവസം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ പെർഫോമൻസ് നടത്തിയിട്ടുള്ളത് അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന് പറയുന്ന ഡിഫൻസ് സെഗ്മെൻറ്റുള്ള സ്റ്റോക്കാണ്. 15% ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയതായിട്ട് കാണാം. 178 രൂപ വിലയിൽ ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്ക് ഈ ഡിഫൻസ് മേഖലയിലുള്ള ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, അതിൻ്റെ അസംബ്ലി, അതുപോലെ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ സൊല്യൂഷൻ്റെ ടെസ്റ്റിങ് തുടങ്ങിയ ആ ഒരു സെഗ്മെൻറ്റിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇവിടെയും ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 96 എന്നുള്ള ഹൈ PEയിലാണ് നമുക്ക് കാണാൻ കഴിയുക. കൂടാതെ വലിയ തോതിലുള്ള ഒരു വോളിയം ഇൻക്രീസ് ഈ സ്റ്റോക്കിൽ ഉണ്ടായതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ശക്തമായിട്ടുള്ള റീറ്റെയിലേഴ്സിൻ്റെ ഒരു ബൈങ് അവിടെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. ഇതേപോലെ മറ്റൊരു ഡിഫൻസ് സെഗ്മെൻറ്റ് സ്റ്റോക്ക് ഇന്ന് അപ്സൈഡ് പോയത് ITI എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 10% അപ്സൈഡ് പോയതായിട്ട് കാണാം. 340 രൂപ ആ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്ക് അതിൻ്റെ PEയും 100 മുകളിലാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്കിലും അതിൻ്റെ വോളിയം 6 മില്യണിൽ നിന്ന് 12 മില്യൺ ആയിട്ട് നേരെ ഡബിൾ ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് യൂണിമെക് എയറോസ്പേസ് മാനുഫാക്ചറിങ് എന്ന കമ്പനിയാണ്. ഇത് അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഈ ഒരു കമ്പനി ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള ഒരു പ്ലെയറാണ്. 10% അപ്സൈഡാണ് ഇന്ന് ഈ സ്റ്റോക്ക് പോയത്. 1179 എന്നൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ PEയും ഇപ്പോൾ 100 മുകളിലേക്കാണ് കാണുന്നത്. അപ്പോൾ 4 ലക്ഷം മാത്രം ഉണ്ടായിരുന്ന ഒരു ആവറേജ് വോളിയമാണ് ഇപ്പോൾ 11 ലക്ഷമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഡിഫൻസ് സെഗ്മെൻറ്റിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഒരു ഭ്രാന്തമായ ഒരു ബൈങ് തീർച്ചയായിട്ടും ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ വലിയ റിസ്ക് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് സ്റ്റോക്കുകളെല്ലാം ഹൈ വാല്യുവേഷനിലാണ്. ഏത് സമയവും ഒരു കറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല പ്രോഫിറ്റിൽ വരികയാണെങ്കിൽ തന്നെ ആ പ്രോഫിറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ആ സ്റ്റോപ്പ് ലോസിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് മാർക്കറ്റിൽ ബെൽറൈസ് ഇൻഡസ്ട്രീസിൻ്റെ IPO ലിസ്റ്റ് ചെയ്ത ദിവസമായിരുന്നു. ഇപ്പോൾ 2150 കോടിയുടെ ഈ ഒരു IPO 41 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ 90 രൂപ ആയിരുന്നു ഇതിൻ്റെ IPO പ്രൈസ്. പക്ഷേ ലിസ്റ്റ് ചെയ്തത് 100 രൂപ റേഞ്ചിലാണ്. ഏകദേശം 11.11% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ സ്റ്റോക്ക് നേടിയിരിക്കുകയാണ്. അപ്പോൾ ഈ IPO കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് നഷ്ടമുണ്ടായില്ല. മാത്രമല്ല 11% ലിസ്റ്റിംഗ് ഗെയിൻ നേടുകയുണ്ടായി. ഇപ്പോൾ വളരെയധികം ഡൗൺ ആയി കിടക്കുകയായിരുന്നു IPO മാർക്കറ്റിൽ. ഇപ്പോൾ കുറേ സ്റ്റോക്കുകൾ IPOകളുമായിട്ട് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ബെൽറൈസ് അതിൻ്റെ ഒരു തുടക്കമാണ്. ഇപ്പോൾ മെയിൻ ബോർഡ് IPOയിലെ പ്രധാനമായിട്ടുള്ള ആദ്യത്തെ ഒരു IPO ആയിട്ടാണ് നമുക്ക് മാസങ്ങൾക്ക് ശേഷം ഈ ഒരു IPO കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടായതുകൊണ്ട് തന്നെ അടുത്ത IPOകളിലും ഈ രീതിയിലുള്ള നേരിയ തോതിലാണെങ്കിലും ലിസ്റ്റിംഗ് ഗെയിൻ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കും. അപ്പോൾ നിലവിൽ തന്നെ ഇപ്പോൾ ലീല ഗ്രൂപ്പിൻ്റെ IPO ഉൾപ്പെടെ 4 മെയിൻ ബോർഡ് IPOകൾ അതിൻ്റെ ഇഷ്യൂ ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണ്. ഇതുകൂടാതെ നമ്മൾ ഇന്ന് കണ്ട മറ്റൊരു വാർത്ത ഹീറോ ഫിൻകോർപ്പിൻ്റെ IPO അതിന് സെബി അപ്രൂവൽ നൽകിയിരിക്കുകയാണ്. 3668 കോടിയുടെ ഈ ഒരു IPO അതിൻ്റെ 2100 ഫ്രഷ് ഇഷ്യൂവും 1568 കോടിയുടെ
ഓഫീസുമാണ്. ഇതടക്കമാണ് മൊത്തത്തിൽ നമുക്ക് 3668 കോടിയുടെ ഈ IPO കാണാൻ കഴിയുക. അപ്പോൾ ഹീറോ ഫിൻകോപ്പിന്റെ ഫൈനാൻഷ്യൽ ലെൻഡിങ് ആക്ടിവിറ്റി നടത്തുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ ഇതിന്റെ ഇഷ്യൂ പ്രൈസും മറ്റ് IPO ഡീറ്റെയിൽസും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ സെബി അപ്രൂവൽ നൽകിയതായിട്ടാണ് നമുക്ക് വാർത്തകളിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നീക്കം ഗവൺമെന്റിന്റെ ഭാഗത്ത് കാണുന്നത് 4 PSU സ്റ്റോക്കുകൾ അതിനെ മിനി രത്ന കാറ്റഗറിയിൽ നിന്നും നവരത്ന കാറ്റഗറിയിലേക്ക് മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് മിനി രത്ന, എന്താണ് നവരത്ന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലുള്ള CPSE കമ്പനികൾ അഥവാ സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആയിട്ടുള്ള പബ്ലിക് സെക്ടറിലുള്ള കമ്പനികളെ 3ആയിട്ട് ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മഹാരത്ന, നവരത്ന, മിനി രത്ന. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ആ കമ്പനികൾക്ക് അവരുടെ ഓപ്പറേഷൻസിലും അതുപോലെ അവരുടെ സ്വയംഭരണാവകാശത്തിലും അതുപോലെ അവരുടെ തീരുമാനമെടുക്കാനുള്ള അവരുടെ ആ ഒരു പവറിനുമൊക്കെ അധികാരം കൊടുക്കുന്ന വിവിധ തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഡൗണിൽ നമുക്ക് മഹാരത്ന എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള കമ്പനികളെയാണ് ഈ മഹാരത്ന കമ്പനികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വലിയ തോതിലുള്ള ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റും മറ്റ് വലിയ ഓപ്പറേഷൻസൊക്കെ ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ സ്വയംഭരണാധികാരത്തിലൂടെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഹൈ ടേൺ ഓവറും ഹൈ നെറ്റ്വർത്തും ഹൈ പ്രോഫിറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കമ്പനികളെയാണ് മഹാരത്ന എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതാണ് ഏറ്റവും ഉയർന്ന കാറ്റഗറി. അപ്പോൾ അവിടെ നമുക്ക് ബെല്ല്, BPCL, കോൾ ഇന്ത്യ, NTPC, സെയിൽ, ONGC തുടങ്ങിയിട്ട് ഏകദേശം 13ഓളം കമ്പനികൾ ഈ മഹാരത്ന കാറ്റഗറിയിലാണ് ഗവൺമെൻറ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മഹാരത്നക്ക് തൊട്ട് താഴെയുള്ള കാറ്റഗറിയാണ് നവരത്ന എന്ന് പറയുന്ന കാറ്റഗറി. ഇവിടെയും സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വയംഭരണ അധികാരം കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് അതിൻ്റെ ഒരു എമൗണ്ടിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറമാണെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വഴി അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു ലിമിറ്റേഷൻ നവരത്ന കമ്പനികൾക്കുണ്ട്. എന്നാൽ മഹാരത്നയിൽ നിന്ന് തൊട്ട് താഴെ നിൽക്കുന്നത് ഈ നവരത്നയാണ്. അതിൽ നമുക്ക് BEL, HAL, ഇർക്കോൺ, NMDC, RVNL, നാഷണൽ അലൂമിനിയം പോലെ കമ്പനികൾ ഈ ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നവരത്നക്ക് തൊട്ട് താഴെയുള്ളതാണ് മിനി രത്ന എന്നുള്ള കാറ്റഗറി. ഈ കാറ്റഗറിയിലാണ് ഏറ്റവും അധികം കമ്പനികളുള്ളത്. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റും നൽകിക്കൊണ്ടിരിക്കുന്ന കമ്പനികളെയാണ് ഗവൺമെൻറ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സും ഓപ്പറേഷണൽ ഓട്ടോണമിയും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു കൃത്യമായൊരു ലിമിറ്റ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് എന്തായാലും നവരത്നക്കും മഹാരത്നക്കും താഴെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ പല കാര്യങ്ങൾക്കും ആവശ്യമുള്ള കമ്പനികളാണ് മിനി രത്ന. അതിൽ തന്നെ 2 കാറ്റഗറികൾ കാണാൻ കഴിയും. ഒന്ന് മിനി രത്ന 1, മറ്റൊന്ന് മിനി രത്ന 2. അപ്പോൾ അത് ഫൈനാൻഷ്യൽ പെർഫോമൻസിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് 2 കാറ്റഗറിയിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ മിനി രത്നയിൽ നമുക്ക് ഭാരത് ഡൈനാമിക്സ്, BEML, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ റീച്ച്, IRFC പോലെയുള്ള സ്റ്റോക്കുകൾ, അങ്ങനെ ഏകദേശം 54 കമ്പനികൾ ഈ മിനി രത്ന 1 എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി മിനി രത്ന 2 കാറ്റഗറിയിലും കുറേ കമ്പനികളുണ്ട്. ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ, ഭാരത് പമ്പ്സ് ആൻഡ് കംപ്രസേഴ്സ് ലിമിറ്റഡ്, ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ്, എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ഇന്ത്യ ലിമിറ്റഡ്, അങ്ങനെ തുടങ്ങിയിട്ട് 11ഓളം കമ്പനികളാണ് മിനി രത്ന 2 നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലിസ്റ്റിൽ എല്ലാ സ്റ്റോക്കുകളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളല്ല. ഇതിൽ പല സ്റ്റോക്കുകളും നമുക്ക് ഫെമിലിയർ അല്ലാത്ത സ്റ്റോക്കുകൾ കാണാൻ കഴിയും. കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളായിരിക്കും നമുക്ക് കൂടുതലായിട്ട് പരിചയം ഉണ്ടാകുക. അങ്ങനെ അല്ലാത്ത കമ്പനികൾ ഈ ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അനുസരിച്ച് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ അവർ പ്ലാൻ ചെയ്യുകയാണ് 4 മിനി രത്ന കമ്പനികളെ നവരത്ന സ്റ്റാറ്റസിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ 4 കമ്പനികൾ നോക്കുകയാണ്. ഒന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡും, മറ്റൊന്ന് ഗോവ ഷിപ്പ്യാർഡും, മറ്റൊന്ന് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സും, മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡ് അഥവാ MOIL എന്ന് പറയുന്ന സ്റ്റോക്കുമാണ്. ഈ 4 കമ്പനികളിൽ ഗോവ ഷിപ്പ്യാർഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്തൊരു കമ്പനിയാണ്. മറ്റ് 3 കമ്പനികൾ നമുക്ക് ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ചേഞ്ചസ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യപ്പെട്ടിട്ടില്ല. മീഡിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മിനി രത്ന സ്റ്റാറ്റസിൽ നിന്നും ഒരു കമ്പനി നവരത്ന സ്റ്റാറ്റസിലേക്ക് പോകുമ്പോൾ അവർക്ക് കൂടുതൽ ഓട്ടോണമിയും കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും ഒക്കെ ലഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്റ്റോക്കുകൾക്ക് കൂടുതൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കാരണം ഓരോ ചെറിയ കാര്യത്തിനും അവർക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് അപ്രൂവൽ വാങ്ങേണ്ട ആവശ്യമില്ല. താങ്ക് ഫോർ വാച്ചിങ്. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ചും അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. See you next time with another video.